ഇടവം രാശിക്കാരുടെ ഈ ഒരു വീക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ഓഫീസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കരിയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേലധികാരികളിൽ നിന്നുള്ള ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ മാനസികമായിട്ട് ഭയങ്കരധികം ആശയക്കുഴപ്പത്തിലിട്ട് എത്തിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അതിനൊരു സംതൃപ്തി കിട്ടുന്നില്ല എന്നുള്ള, നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിലും ഒരു അപ്രിസിയേഷൻ കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം ഇപ്പോൾ വരുമെങ്കിലും ഭാവിയിൽ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാത്തിൻ്റെയും ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയാത്ത ആൾക്കാരാണ് ചുറ്റുമുള്ളതെങ്കിലും ഭാവിയിൽ അതിന് അപ്രിസിയേഷൻ കിട്ടാനും ഭാവിയിൽ നല്ല രീതിയിലൊരു പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസസ് ഒക്കെ കിട്ടുന്നുണ്ട്. പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഒന്ന് മാറ്റി ചിന്തിച്ച് പുതിയൊരു പ്ലാൻ റെഡിയാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും നല്ല പറ്റിയൊരു സമയം തന്നെയാണ്. കുടുംബത്തിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ നിലനിൽക്കും. ദാമ്പത്യം നല്ല ഹാപ്പി ആയിരിക്കും. ദൂരയാത്രകൾ കാര്യങ്ങളൊക്കെ ചാൻസസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ആണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കിടയിലാണെങ്കിലും സംസാരിക്കുമ്പോൾ ഓരോ വാക്കുകളും സൂക്ഷിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് വെച്ച് അതിന് തിരിച്ചടിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കെയർ ചെയ്തിരിക്കുക. മുൻപ് നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് നിക്ഷേപങ്ങൾ കാര്യം നിന്നൊക്കെ ഇരട്ടി ലാഭം ലഭിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. സാമ്പത്തികമായിട്ട് നല്ല രീതിയിലൊരു അഭിവൃദ്ധിപ്പെടാനുള്ളൊരു ടൈം കൂടി ഈ ഒരു വീക്ക് കാണുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. ആരോഗ്യപരമായിട്ട് കുറച്ചും കൂടി സമയം കണ്ടെത്തുക ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട്. അതുപോലെ തന്നെ തോളിൽ ഷോൾഡർ പെയിൻ, അങ്ങനത്തെ കഴുത്ത് വേദന, അങ്ങനത്തെ പെയിൻ കാര്യങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ കുറച്ചും കൂടി ഉന്മേഷവാനായിട്ട് ഇരിക്കാനും നല്ല രീതിയിലുള്ള യോഗ വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു രാശിയിലുള്ളവരാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക.